എല്ലാ കൂട്ടുകാർക്കും മച്ചസ് ഫ്ലേവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിക്സഡ് വെജിറ്റബിൾസിന്റെ സാഗുവാണ്. ഇതൊരു കർണാടക സ്പെഷ്യൽ റെസിപ്പി കൂടെയാണ്. അപ്പോൾ ഇതിന്റെ നമുക്ക് പൂരി, ചപ്പാത്തി, അപ്പം, ദോശ എല്ലാത്തിൻ്റെയും കൂടെ ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഇതിന്റെ പ്രിപ്പറേഷനും ഇൻഗ്രീഡിയൻസും നമുക്കൊന്ന് കണ്ടു നോക്കാം. മിക്സ് വെജ് സാഗു ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 കറുവാപ്പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായി അരിഞ്ഞെടുത്ത ഒരു തക്കാളിയാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയെല്ലാം നന്നായി സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഇപ്പോൾ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതുകൂടെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. തേങ്ങ ഒരു 1 മിനിറ്റോളം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പുതിനയില ചേർത്ത് കൊടുക്കുക. കൂടാതെ 1 ടീസ്പൂൺ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് പൊട്ടുകടല ചേർത്ത് കൊടുക്കുക. പൊട്ടുകടലയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഈ മസാലയിലേക്ക് ആവശ്യമായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റിയതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. സെയിം പാനിലേക്ക് തന്നെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക.
അതിനുശേഷം ഉരുളക്കിഴങ്ങ് വേകാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മൂടി വെച്ചതിന് ശേഷം ചെറിയ തീയിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലേൻ്റെ മിക്സ് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ആദ്യം വെള്ളം ഒന്നും ചേർക്കാണ്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കൂടെ ചെയ്യാം. ഇപ്പോൾ പൊട്ടറ്റോ എല്ലാം ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളകാണ് ഇതുപോലെ ചതച്ചെടുത്തേക്കുന്നത്. നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുകൂടെ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെയ്യുന്നത് മിക്സ് വെജിറ്റബിളിൻ്റെ സാഗുവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞിട്ട് ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ക്യാരറ്റും ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ മാത്രം സാഗു ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ക്യാരറ്റിലും ബീൻസിനും ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മീഡിയം തീയിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1 മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ. ഇനി ഇതൊന്ന് ഓയിലെല്ലാം ഇതിൽ നിന്നൊന്ന് സെപ്പറേറ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് മീഡിയം തീയിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഓയിലെല്ലാം സെപ്പറേറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അവസാനം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മിക്സ് വെജ് സാഗു റെഡി ആയിട്ടുണ്ട്. പൂരി, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ദോശ എല്ലാത്തിൻ്റെയും കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ മിക്സ് വെജ് സാഗു റെഡി ആയിട്ടുണ്ട്. ഇതൊരു കർണാടക സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. പൂരീൻ്റെയും ചപ്പാത്തീൻ്റെയും അപ്പത്തിൻ്റെ കൂടെയും പിന്നെ ദോശേൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ബൈ ബൈ.